നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സെപ്റ്റംബർ മാസത്തിലെ ബ്രസീലിൻ്റെ 2 വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അവരുടെ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചല്ലോ. സ്ക്വാഡിൽ പല വമ്പൻ താരങ്ങളുമില്ല. റോഡ്രിഗോ ഇല്ല, വിനി ഇല്ല, എദർ മിലിറ്റാവോ ഇല്ല, എന്തിന് നെയ്മർ ജൂനിയർ ഇല്ല. നെയ്മർ ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ വീക്കിൽ അദ്ദേഹത്തിന് ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെ ആഞ്ചലോട്ടി കൺഫേം ചെയ്യുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ചിലിക്കെതിരെയുള്ള കളി എന്ന് പറയുമ്പോൾ ചിലി ബൊളീവിയ ഇവരാണ് എതിരാളികൾ. ചിലി എന്ന് പറയുമ്പോൾ നിലവിൽ 16 കളി കളിച്ചിട്ട് 10 പോയിൻറ്റോടെ 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ബൊളീവിയ 16 കളി 17 പോയിൻറ്റ് 8ാം സ്ഥാനത്താണ്. എന്ന് പറഞ്ഞാൽ അത്ര കരുത്തുറ്റ ഒരു എതിരാളികൾക്കെതിരെയല്ല ഇപ്പോൾ കളി എന്നർത്ഥം. ഓൾറെഡി ബ്രസീൽ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തിട്ടുമുണ്ടല്ലോ. അതുകൊണ്ട് കോച്ച് ചില മാറ്റങ്ങളിലേക്കൊക്കെ പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. അതനുസരിച്ചുള്ളൊരു സ്ക്വാഡ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പല താരങ്ങളുടെയും ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്താണെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരമായിട്ട് അദ്ദേഹം ഇതിനെ കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ചിലിക്കെതിരെയുള്ള മത്സരം ഹോം മത്സരമാണ് മാറക്കാനയിൽ. അത് സെപ്റ്റംബർ 5-നാണ് പുലർച്ചെ ഇന്ത്യൻ സമയം 6 മണിക്കാണ് ആ കളിയെങ്കിൽ. രണ്ടാമത്തെ കളി ബൊളീവിയയിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിലാണ്. 10-ാം തീയതി 5 മണിക്കാണ്, പുലർച്ചെ 5 മണിക്കാണ് ആ കളി. അപ്പോൾ നിലവിൽ കോച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ് വെച്ച് ഒരു ഫസ്റ്റ് 11 പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ബെസ്റ്റ് 11 എങ്ങനെ, അല്ലെങ്കിൽ ബ്രസീലിൻ്റെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും ചിലിക്കെതിരെയുള്ള കളിയിൽ. ശ്രദ്ധിക്കുക, പല പൊസിഷനുകളിലേക്കും പുതിയ താരങ്ങൾ പരീക്ഷിക്കാൻ കാർലോ ആഞ്ചലോട്ടി മുതിർന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഓൾറെഡി ക്വാളിഫൈഡ് വേൾഡ് കപ്പിന് മുമ്പുള്ള ചില മാറ്റിത്തിരുത്തലുകൾക്കുള്ള അവസരം അങ്ങനെ കണ്ടാൽ മതി. ഇതിനെ ഗോൾ കീപ്പറായിട്ട് ആലിസൺ തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത. ഡിഫൻസിൽ അലക്സാൻഡ്രോ റിബൈറോ കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനം നടത്തി. അദ്ദേഹത്തെ മാറ്റാൻ സാധ്യത കുറവാണ്. ഗബ്രിയേൽ മെഗല്ലോസ് അവിടെ ഉണ്ടെങ്കിലും അലക്സാൻഡ്രോ റിബൈറോയും മാർക്കിനോസും ചേർന്നുകൊണ്ട് സെൻട്രൽ ബാക്ക്മാരുടെ റോള് ഭംഗിയാക്കാനാണ് സാധ്യത. ഇനി ഇരു പാർശ്വങ്ങളിലായിട്ട് കായോ ഹെൻറിക്കെ, വാൻഡേഴ്സൺ എന്നിവരെ ഇറക്കാനുള്ള സാധ്യതയും കാണുന്നു. മധുരയിലേക്ക് വരുമ്പോൾ ഒരിക്കൽ കൂടി കാസമിറോയെ അദ്ദേഹം സ്ക്വാഡിലേക്ക് വിളിച്ചിട്ടുണ്ട്. ക്ലബ് ഫുട്ബോളിൽ ഇപ്പോൾ അത്ര മികച്ചൊരു നിലയിലൊന്നുമല്ല അദ്ദേഹമെങ്കിലും അദ്ദേഹത്തെ ഇറക്കാൻ തന്നെയാണ് സാധ്യത. ഒപ്പം ബ്രൂണോ ഗുയിമേറസും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ ഇരു പാർശ്വങ്ങളിലായിട്ട് റാഫീഞ്ഞയും എസ്റ്റവായോ വില്യനും ഇറങ്ങുമെന്ന് കരുതാം. അതുപോലെ ജാവോ പെഡ്രോയും കായോ ഹോർഗയും ചേർന്നുകൊണ്ട് മുന്നേറ്റങ്ങൾ നയിച്ചേക്കാം. ഇങ്ങനെയൊരു 11ലേക്കാണ് സാധ്യത കൂടുതൽ കാണുന്നത്. കാരണം ജാവോ പെഡ്രോ ഇപ്പോൾ മികച്ച ഫോമിലാണ്. ശരിയാണ്, മാത്യൂസ് കുഞ്ഞൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ജാവോ പെഡ്രോയെ അവഗണിക്കുക എന്നുള്ളത് ആഞ്ചലോട്ടിക്ക് സാധ്യമായിട്ടുള്ള കാര്യമല്ല. പിന്നെ കായോ ഹോർഗെ, എന്താ സംശയം, ബ്രസീലിയൻ ഫുട്ബോളിൽ ബ്രസീലിയറോ ലീഗിലെ ടോപ്പ് സ്കോററാണ് അദ്ദേഹം. ഗോളടിച്ച് തിമിർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാളെ പരീക്ഷിക്കാതെ ആഞ്ചലോട്ടി വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്ക്വാഡിലെടുത്തത് തന്നെ അദ്ദേഹത്തിൻ്റെ കളി കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അദ്ദേഹവും ആദ്യ ലെവലിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ഇതായിരിക്കും ബ്രസീലിൻ്റെ ഒരു 11. ആലിസണ്, അലക്സാൻഡ്രോ റിബൈറോ, മാർക്കിനോസ്, കായോ ഹെൻറിക്കെ, വാൻഡേഴ്സൺ, ബ്രൂണോ ഗുയിമേറസ്, കാസമിറോ, എസ്റ്റവായോ വില്യൻ, റാഫീഞ്ഞ, ജാവോ പെഡ്രോ, കായോ ഹോർഗെ. കാത്തിരിക്കാം ബ്രസീലിൻ്റെ സെപ്റ്റംബറിലെ ആദ്യത്തെ കളിക്ക് വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.